എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിനാവശ്യമായ ഒരു മിശ്രിതം റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് കാണാവേ. ആദ്യം ഞാൻ കുറച്ച് മസാല പൊടിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാലയുടെ കൂട്ടാണിത്. അതിനി പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ മിശ്രിതം ഉണ്ടാക്കാനായി ചേർക്കേണ്ട സംഗതി മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തു. 1 കിലോ ചിക്കനാണ് കേട്ടോ. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ എന്താ പറയുക മഞ്ഞൾപ്പൊടി. അതിനുശേഷം അതിലോട്ട് പിന്നെ നമ്മൾ മിശ്രിതത്തിൻ്റെയാണ് ഞാനീ പറയുക. ഇഞ്ചി വേണം, പച്ചമുളക് 2 വേണം, പിന്നെ ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം മിക്സിയിലിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാനുണ്ട്. അങ്ങനെ ആ മിശ്രിതം നമുക്ക് ആദ്യം റെഡിയാക്കാം. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് പിന്നീട് പ്രൊസീജിയർ തുടങ്ങുന്നത്. അപ്പം നമുക്ക് അരച്ച മിശ്രിതം ചേർക്കുവാണ് കേട്ടോ. അരച്ച മിശ്രിതം നമുക്ക് ഇത് മൊത്തം ചേർത്ത് ഇതൊന്ന് പുരട്ടി വെക്കണം ഒരു 10 മിനിറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് റവപ്പൊടിയാണ് കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് റവപ്പൊടി ചേർത്തു. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ശകലവും കൂടി ഇടാം. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളിത് കൈ കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ എല്ലായിടത്തും കൂടി ഇത് പരട്ടണം. അപ്പം അതിപ്പം ഇച്ചിരി ഈ പേസ്റ്റ് ഇച്ചിരി ഡ്രൈ ആണ്. കുറച്ച് ഒരു ശകലം വെള്ളം ചേർക്കാം. അതൊന്ന് ഇതായി വരാനായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മളിത് ഒന്ന് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഇത് അങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്നത് റവയാണ്. റവപ്പൊടിയിൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് അധികം വെള്ളമൊന്നും ഇല്ലാതെ വച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇതിങ്ങനെ ചെയ്ത് വെക്കുക. അപ്പോഴത്തേനും ഇതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഇനി അതിന് ചേർക്കേണ്ടത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് 2-3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിക്ക ഉണ്ട് 2 എണ്ണം, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഈ മിശ്രിതം ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും. ഇത് നന്നായിട്ട് വഴഞ്ഞു വരാനായിട്ട് നമ്മൾ ഇത് വഴറ്റിയെടുത്തിട്ട് അപ്പോൾ അതിലൂടെ അതിന് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കന് ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ചേർത്ത് മാറ്റിയെടുത്തിട്ട് എന്നിട്ട് നമുക്ക് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ അതിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ചിക്കൻ കുറച്ച് ഞാൻ കുക്കറിലാണ് വേവിച്ചത്. അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ വേകണ്ട. അതിനുശേഷം പിന്നെ ഈ എണ്ണയിൽ കിടന്ന് ഒന്നും കൂടെ അത് നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. കുറച്ച് എണ്ണ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ലൊരു മണം, മസാലയുടെ നല്ലൊരു ടേസ്റ്റാണിത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഉണ്ടാക്കി എൻ്റെ മോന് കൊടുത്തപ്പോൾ അതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടമ്മ, ഇത് തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം അതുപോലെ തന്നെ എൻ്റെ ഐഡിയയിൽ തോന്നിയതാണ്. റവപ്പൊടി കൊണ്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് നന്നായിട്ട് ഇതിൽ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല നമുക്ക് കഴിക്കാനായിട്ട് നല്ല പാകതയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ചിക്കൻ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.